അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ PG ടൂറിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ PG നെസ്റ്റോ സ്റ്റേസ് എന്നാണ് പേര്. തൊട്ടടുത്തന്നെ നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്യാനും അയൺ ചെയ്യാനുള്ള ഒരു കടയുണ്ട്. സോ അത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. സോ നമുക്ക് അകത്തേക്ക് കയറിയല്ല. അകത്തേക്ക് കയറുമ്പോൾ നേരെ ചെല്ലുന്നത് പാർക്കിംഗ് ഏരിയയിലേക്കാണ്. പാർക്കിംഗ് ഏരിയയിൽ തന്നെ റൈറ്റ് സൈഡിൽ തന്നെയാണ് റിസപ്ഷൻ ഉള്ളത്. നേരെ പോകുമ്പോൾ നമുക്ക് ഇവരുടെ ഫുഡ് വിളമ്പുന്ന സ്ഥലം കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് സ്വയം എടുക്കാം. ചിക്കനും നോൺ വെജൊക്കെ എനിക്ക് അവർ തന്നെ വിളമ്പി തരും. പിന്നെ സൈഡിൽ തന്നെ ഗ്യാസ് സ്റ്റവ്, പിന്നെ കൈയഴിക്കാനുള്ള സ്ഥലം, പിന്നെ ഇതാണ് ഡൈനിങ് ഏരിയ. അവിടെയാണ് വാട്ടർ ഫിൽറ്റർ ഉള്ളത്. ഇനി നമുക്ക് മേളിൽ പോയാലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മേളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ്. ഞങ്ങളുടെ റൂം ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ. റോണറ്റ് ഓപ്പൺ ദ ഡോർ. റോണിട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്നു. റൂം ക്ലീൻ ചെയ്ത് വെച്ചാ നീ അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർസെൽഫ്. തുറക്കണം. ദൈവത്തിന് അറിയാം. ഓക്കെ ഓക്കെ, വെൽക്കം ടു അവർ റൂം. ഇത് ബാത്റൂം കാണിക്കാം. കണ്ടല്ലോ റൂമിന്റെ ഭംഗി. റൂം ക്ലീൻ ചെയ്യാനല്ലേ പറഞ്ഞ കസേരയൊക്കെ മാറ്റിക്കേ. ഇതെന്താണ്? ഓക്കെ, ഇതാണ് ഞങ്ങളുടെ സൗന്ദര്യമുള്ള ഭംഗിയുള്ള റൂം അല്ലേ? സെറ്റല്ലേ? എന്നല്ല എനിക്ക് റൂം നോക്കിയട്ടെ. ആ ഇതേ കണ്ട കീച്ചൻ കണ്ട സ്പൈഡർമാൻ്റെ കീച്ചൻ, എൻ്റെ സാധാ കീച്ചൻ. ഓക്കെ, ഓണ എല്ലാം ചുറ്റും കാണിക്കും. അയ്യോ, ഇത് അലക്കിയ ഡ്രസ്സ് അത് ഉണക്കാനിടും ഇപ്പം കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, എക്സ്പ്ലോർ. ടേബിളിൽ ചാർജ് ചെയ്യാൻ വെക്കോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ടേബിളിൽ നിന്ന് ഇവിടെ വെക്കാൻ ചാർജ് കുത്താൻ പറ്റും. ഇവിടെ കണ്ടോ, ലാപ്ടോപ്പ് ചാർജ് ചെയ്യാം, ഫോൺ ചാർജ് ചെയ്യാം. എന്ത് ബുദ്ധിയാ. അലക്സ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ അലക്സ ഉണ്ട്. റോസ്റ്റഡ് തന്നെ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി. പിന്നെ സം ഡേറ്റ്സ്, ഷുഗർ. ഇത് രാവിലെ തൊട്ട് തുറന്നിരിക്കാനാ. പിന്നെ അവന്റെ കുപ്പി, അപ്പൊ കുഴപ്പമില്ല. ഇത് എന്റെ കുപ്പി, ഇത് അവന്റെ കുപ്പി. അപ്പൊ പിന്നെ അടുത്ത ടിഷ്യൂസ് ഉണ്ട്. ഇവിടെ കിടക്കണ ഇതാണ് റോണത്തിന്റെ ബെഡ്. കണ്ടല്ല, സ്പോഞ്ച് ബോബ്. എന്ത് കളർഫുൾ ബെഡാണല്ലേ. My God, sentimental and psychological move. രാത്രി ലൈറ്റ് ഓഫ് ചെയ്താലും ഇത് മാത്രം തിളകിക്കൊണ്ടിരിക്കും. മഞ്ഞ കളർ ഗ്ലോ ആയിക്കൊണ്ടിരിക്കും അല്ലേ. സ്പോഞ്ച് ബോബ് അത്ര ഇഷ്ടമാണോ? കുഞ്ഞാളോട്ട് ഫാനാണോ? ഡോറിമോൺ ഫാൻ. ഡോറിമോന്റെ ബോഡി പില്ല് അവിടെ പോയി അത് മറന്നു വെച്ച്. ഓക്കെ, ഷെൽഫിന് മുമ്പ് സൈഡിൽ കയറുമ്പോൾ തന്നെ ഷൂ സ്റ്റാൻഡ് ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ രണ്ടുപേരുടെ ഷൂവും ചെരുപ്പും വെക്കാൻ യൂസ് ചെയ്യും. പിന്നെ ഇതൊക്കെ ഞങ്ങൾ ബാഗും ലോണ്ടറി ബാഗ് രണ്ടുപേരുടെ രണ്ട് സൈഡില്. ഇത് വെക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. പിന്നെ ഹാങ്ങർ അവർ തന്നെ തന്നതാണ്. ഹാങ്ങർ ഓൾറെഡി ഉണ്ടായി. ആ തൂക്കിയിട്ടാക്കണ ഹാങ്ങർ അല്ല, ഈ സംഭവമില്ല വെള്ള കളർ, ഇത് ഓൾറെഡി ഉണ്ടായി. ഇതൊക്കെ ഇവൻ മേടിച്ചതാണ്. ഓക്കെ, മേലെന്താ കെറ്റിലുണ്ട്, റൂം ഫ്രഷ്നർ ഉണ്ട്, പ്ലാസ്റ്റിക് ബാഗ്സ്, ഡപ്പകളുണ്ട് കുറച്ച്, പിന്നെ ഗാർബേജ് ബാഗ്. ഇതൊക്കെ മാറുന്ന മുമ്പ് കേൾക്കാം. ഇത് നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. വേസ്റ്റ് ഓട്ടയുണ്ട്, വേസ്റ്റ് ഓട്ടറായിട്ട് വേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഉണക്കായിരുന്ന ക്ലിപ്പ്, കംഫോർട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെന്താ ചൂല്, ബാത്റൂം കാണിക്കാൻ. ഷെൽഫ് കാണിക്ക്. ഷെൽഫ് ഓപ്പൺ ചെയ്യും. എന്താ ഷട്ടി ഉണ്ടോ? ഓക്കെ, ഇത് കാണിക്കണ മര്യാദക്ക് രണ്ടും തുറക്ക്. കണ്ടില്ല, ഇതാണ് ഞങ്ങളുടെ റൂം. റോണത്തിന്റെ സ്യൂട്ട് അപ്പുറത്തന്നെ തുറക്ക്. അലങ്കോലം. അപ്പൊ കണ്ടല്ലോ, അതാണ് റോണത്തിന്റെ ബെഡ്. ഇനി ബാത്റൂം ഡോർ. ബാത്റൂം ലൈറ്റ് ഓൺ ആണ്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ബാത്റൂം. വാഷിംഗ് ബേസിൻ, ഷാംപൂ, കക്കൂസ് അരികണ ബ്രഷ്, സോപ്പ്, ഹാങ്ങർ. മൊത്തത്തിൽ കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയുള്ള ബാത്റൂമാണ്. ഇതൊക്കെ ബക്കറ്റും ഒക്കെ ഞങ്ങൾ പുതിയൊരു മേടിച്ചതാട്ടാ. ഓൾറെഡി പണ്ടുണ്ടായത് ഫുള്ള് അഴുക്ക് പിടിച്ചിരിക്കണായിരുന്നു. പിന്നെ ഈ മാറ്റും ഞങ്ങളാണ് മേടിച്ചത്. പിന്നെ എന്തൊക്കെയാകുമ്പോൾ മേടിച്ചത്? അത്യാവശ്യം എല്ലാ സാധനവും ഞങ്ങൾ മേടിച്ചത്. അതൊക്കെ പിന്നെ അല്ലെങ്കിൽ മേടിക്കണമല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഈ റൂമില് ഫ്രീ വൈഫൈ, പിന്നെന്താ 3 നേരത്തെ ഫുഡ്, റൂം സർവീസ് എല്ലാ ദിവസവും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഫോർമാലിറ്റിക്ക് വേണ്ടി ചുമ്മാ ഇങ്ങനെ അടിച്ച് ഡീപ്പായിരുന്നു ക്ലീൻ ചെയ്യല്ലോ. ബാക്കി അങ്ങനെ ക്ലീൻ ചെയ്യും. അതിനുവേണ്ടി നമുക്ക് ചൂലുണ്ട്, കാണാൻ പറ്റില്ലേ, ചൂലുണ്ട്.
പിന്നെ വൈഫൈ, റൂം സർവീസ്, പിന്നെന്താ 3 നേരത്തെ ഫുഡ് പറഞ്ഞേ, പിന്നെന്താ ഇലക്ട്രിസിറ്റി ഫ്രീയാ. പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്, 2 ഉള്ളൂ കേട്ടോ. പക്ഷെ ഇത്രയും കുറെ പേരുണ്ട്, എത്ര 100 റൂം പോലെ 2 വാഷിംഗ് മെഷീൻ. അതിനായിട്ട് എപ്പോഴും ഒരു നല്ല ക്യൂ ആണ്. അപ്പൊ അത് കിട്ടാൻ നല്ല പണിയാണ്. മിക്കാറും എടുക്കുന്ന അങ്ങ് കൈ കൊണ്ട് തന്നെ അലക്കാറ്. പിന്നെന്താ റെന്റ് എത്രയെന്ന് വെച്ചാ ഞങ്ങൾ ഒരാൾക്ക് 9.5K ഒരാൾക്ക് അങ്ങനെ. അഡ്വാൻസ് എത്ര കൊടുക്കണ്ടായിരുന്നു? 3000 വെച്ച് അഡ്വാൻസ് കൊടുക്കണ്ടായിരുന്നു. അതിന് 2000 രൂപ തിരിച്ചിട്ടുള്ളൂ. 1000 പിടിക്കും. പിന്നെ അടുത്ത് തന്നെ ഞങ്ങൾ ആദ്യം ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കട കാണിച്ചില്ല, അത് മലയാളിക്കടയാണ്, നസീറിക്കറ കട. പിന്നെ പിന്നെന്താണ് ഫോൺ പിടിച്ചെന്റെ കൈ വേദനിക്കണേ. നീ എന്താ ആലോചിക്കുന്നത്? എല്ലാം ഉണ്ട്. ലൊക്കേഷൻ സെറ്റ് ലൊക്കേഷൻ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് പാർക്ക് ഉണ്ട്, ജിം ഉണ്ട്, മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, ബേക്കറി ഉണ്ട്, ഹോട്ടലുണ്ട്. എന്തില്ലാത്ത അത്യാവശ്യം എല്ലാ സാധനവും ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. തിയേറ്റർ പോലും ഉണ്ട്. തിയേറ്റർ ഉണ്ട്. 1 കിലോമീറ്റർ പോലും ഇല്ല. 800 മീറ്റർ ഉണ്ടോ? ഞങ്ങൾ നടന്ന് ഇപ്പൊ സിനിമക്ക് പോയി വന്നോളൂ. ഭയങ്കര മോശമായിരുന്നു. എനിക്ക് മിഡ് ഇതിനെ ഒട്ടും ഇഷ്ടമായില്ല. അപ്പൊ കൂലിയുടെ റിവ്യൂവുമായി റൂം ടൂറിന്റെ ഒപ്പം. പിന്നെന്താ ടെറസ് കാണിക്കാൻ കൊണ്ടോ? ടെറസ് ഞാൻ കാണിക്കാം. അതിനു മുമ്പ് വേറെ എന്തെങ്കിലും പറയണ്ട. ഞങ്ങ ഇന്നലെ പോയി ജിമ്മിൽ ജോയിൻ ചെയ്ത് സ്റ്റുഡിയോ ഫിറ്റ്നസ് അങ്ങനെ ഉണ്ടല്ലോ. 3 മാസത്തേക്ക് 3000 രൂപ. അപ്പൊ അതില് ജോയിൻ ചെയ്ത് വേറെ എന്താ 3 months 3 months 3000 രൂപ പാക്കേജ് ആട്ടോ. 1 മാസത്തേക്കാണെങ്കിൽ 1500. പക്ഷെ റൂം ടൂർ അധികം ഒന്നും ഇല്ല കാണിക്കാം. അതാണ് വേറെ കഥ പറഞ്ഞ സമയങ്ങളാണ്. ഞാൻ ടെറസ് കാണിക്കാം. ടെറസിനാണ് പിന്നെയും ഉള്ളത്. ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ ലിഫ്റ്റിന്റെ കാര്യം പറയണ്ട. ഒരു മെനകെട്ട ലിഫ്റ്റ് ആണ്. എടുക്ക് ഇറക്കാവൂല. ഫോൺ ഒഴുക്കി തുണി മലക്കാനിട്ടല്ല. അപ്പൊ നീ തുണി എടുത്തോ. ക്ലിപ്പ് ഓക്കെ. അടിമ 2 അലക്സ ടേൺ ഓഫ് ദ ലൈറ്റ്. അയ്യോ എക്സ്പോസ്ഡ്. കണ്ടല്ലോ അലക്സ ലൈറ്റ് കണക്ടർ അല്ല, അതുകൊണ്ട് അലക്സ വഴി ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഈ ലോക്കായി പോകും. എടുത്തില്ലെങ്കിൽ പെട്ട് പോകും. ബാക്കിൽ ലിഫ്റ്റ് കണ്ടില്ല. 5th ഫ്ലോർ 5 നിലയുണ്ട്. 6ാമത്തെ നിലയിലാണ് നമ്മുടെ ടെറസ്. കുറെ നേരം എല്ലാവരും ഓപ്പൺ സിം ലിഫ്റ്റ് ഉണ്ടല്ലോ. എല്ലാ ലിഫ്റ്റിന്റെ അവസ്ഥ. ടെറസിലേക്ക് പോകുന്നു. മഴക്കാറുണ്ടല്ലേ. അപ്പൊ ഞങ്ങൾ പോയി ഡ്രസ്സ് പിടിച്ചിട്ടും വരാം. ഡ്രസ്സ് പിടിക്കാൻ ഗ്യാപ്പ് നോക്കണേ. സ്ഥലം ഉണ്ടാ? ഓക്കെ, അവിടെ ഫ്രീ 2-3 അരയുണ്ട്. അപ്പൊ അവിടെ തൂക്കിടും ഞങ്ങൾ. 1 മിനിറ്റ് ഡ്രസ്സ് തൂക്കിയിട്ടും വരാം. ഫാസ്റ്റ് ആക്കി സിനിമാറ്റിക് വ്യൂ വരുന്നുണ്ട് ഇങ്ങനെ എടുക്കുമ്പോ. അല്ലല്ല അതിന്റെ അല്ലാതെ ബ്രോ ഇങ്ങോട്ട് ജസ്റ്റ് കിഡിങ് ലിറ്ററലി മീ ഞാൻ. അയ്യോ കാര്യമില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അങ്ങനെ തുണി വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ആസ് യു ക്യാൻ സീ. പക്ഷെ ഞങ്ങൾ
എല്ലാരും ഡ്രസ്സ് മാറ്റിക്കൊണ്ട് പോണത്. ഞങ്ങൾ മാത്രമാണ് മഴ പെയ്യുമ്പോ ഡ്രസ്സ് വിരിക്കണം അല്ലേ റോണത്തെ? എല്ലാരും ഡ്രസ്സ് എടുത്ത് പോണം. അതെ, നമ്മള് 2 സ്റ്റെപ്സ് അഹെഡാണ്. ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ചാ പ്ലാൻ എന്താ ഇന്ന് വിരിക്കും, എന്നിട്ട് നാളെ വന്നെടുക്കും. മഴ ഇപ്പൊ പെയ്യണമെങ്കിൽ പെയ്തോട്ടെ, ഉണങ്ങിക്കോളും അല്ലേ? എല്ലാരും ഡ്രസ്സ് എടുത്തൊന്നും പോണണ്ട. നമ്മള് മാത്രം മഴ പെയ്യുമ്പോ നമ്മ വിരിക്കണേ. എന്ത് മഴയാണോ തലരുത്. കമോൺ, വിട്ടുകൊടുക്കാൻ പാടില്ല. Let's go. Anything for you. Fast. എല്ലാരും നമ്മളെ വല്ലാത്ത രീതിയിൽ നോട്ടം നോക്കണം അല്ലേ? നമ്മളിവിടെ ഒഫീഷ്യലി കുടുങ്ങിയിരിക്കുക. അതെ, അങ്ങോട്ട് പോകാനും പറ്റും. നമ്മളിവിടെ ട്രാപ്പായി പോയി ഷെഡിന്റെ അടിയിൽ. അങ്ങനെ എക്സിറ്റ് ആ ഭാഗത്തേക്കാണ്. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എല്ലാരും നമുക്ക് എന്തോ പ്രാന്താന്നുള്ള രീതിയിലൊരു നോട്ടം. അതെ, അങ്ങനെ മഴ കുറഞ്ഞു, ഡ്രസ്സെല്ലാം ഞങ്ങൾ വിരിച്ചു കഴിഞ്ഞു. ഇതെന്താണ് പിന്നെ താഴെ? ഓക്കെ, ഭയങ്കര കാറ്റാ. അപ്പൊ ഡ്രസ്സെല്ലാം വിരിച്ചിട്ട് അടുത്തേക്ക് പോരാ. പോണുമ്പോ ഇവർക്ക് തറസ്സൊന്നും മര്യാദക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇവിടെയാണ് ഇപ്പൊ ഞങ്ങൾ നിന്നാ. ഇതിരുന്ന ബാക്ക് സൈഡ്, ഇത് ലിഫ്റ്റിന്റെ എന്തോ കൺട്രോൾ റൂമാണ്, അങ്ങനെന്തോ എനിക്കറിയില്ല. അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്. അതെ, ഇത് A ബ്ലോക്ക്, മറ്റേത് B ബ്ലോക്കിന്റെ എൻട്രൻസ്. പിന്നെന്താ പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ നോർമൽ ടെറസ്. ഇതാ ജനറേറ്റർ എന്ന് തോന്നുന്നല്ലേ? എന്ത് സാധനം അറിയില്ല, വാട്ടർ ഫിൽറ്റർ ആണോ എന്താണെങ്കിലും കൊള്ളാം. ഇതാണ് ടെറസിനുള്ള വ്യൂ. ഇവിടുന്ന് ഫോണിന്റെ ആരെങ്കിലും നടക്കിടക്കും. നല്ല തണുപ്പാണ് ബാംഗ്ലൂരിൽ ഇപ്പൊ. മഴയും ഉള്ളതുകൊണ്ട് പിന്നെ പറയണ്ട. ഇതാണ് ഫ്രണ്ട്, അതാണ് ഞാൻ പറഞ്ഞ മലയാളിക്കട. പർപ്പിൾ ബോർഡ് കാണുന്നുണ്ടോ അത്? പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തൊട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ അവിടെ ഒരു ബാറുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് ഒരു ലേഡീസ് ഹോസ്റ്റലുണ്ട്. റോണിത്ത് സെലക്ട് ചെയ്ത സ്ഥലമാണ്. ഇപ്പൊ കൊറേ അല്ലേ? ഏറ്റവും ഗേൾസ് PG ഏറ്റവും അടുത്ത സ്ഥലം ഇതല്ലേ? നോക്കിയെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞില്ല. ബക്കറ്റ് മറന്നു വെച്ചിട്ട് വേഗം പിടിക്കും, മഴ കൂടി. ഓടിയാ നൈസ് ഓൺ. ബക്കറ്റ് മറന്നിട്ടുണ്ടാകും. നമുക്കിനി നേരെ റൂമിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, റൂം ടൂർ ഇത്രേ ഉള്ളൂ. റൂമിലേക്ക് തിരിച്ചു വന്ന് വേറെ അത്യാവശ്യം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല റൂമിനെ കുറിച്ച്. അപ്പോൾ പിന്നെ ഇന്നത്തെ വ്ളോഗ് നിർത്താല്ല, നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ ഉണ്ടായിരിക്കും റോണിത്, നോ ഐഡിയ. അടുത്ത വീഡിയോ ബൈ പറയൂ. ആറ്റിറ്റ്യൂഡ് സ്പോഞ്ച് ബോബ് ബൈ. സ്പോഞ്ച് ബോബിന്റെ കടക്കേ കിടക്കണാണ് ഇത്ര ആറ്റിറ്റ്യൂഡ്. കണ്ടാ പറയോ? താടിയും മീശയെല്ലാം ഉണ്ട്. നല്ല പ്രായം ഉണ്ടല്ലോ. ഫാൻസ് അല്ല പക്ഷെ ഇഷ്ടമാണ്. ഫാൻ അല്ല പക്ഷെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ.